അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വാലി. 16-ാമത്തെ ജുസിൽ 2 സൂറകളാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഒന്നാമത്തത് സൂറ മറിയം, രണ്ടാമത്തത് സൂറ ത്വാഹ. സൂറ മറിയമിൽ വിശദീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ തൊട്ട് മുമ്പുള്ള സൂറ അൽ കഹ്ഫിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സൂറ അൽ കഹ്ഫിൽ അള്ളാഹു പറഞ്ഞു, വയുന്ദിറല്ലദീന ഖാലുത്തഖദല്ലാഹു വലദ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്കുള്ള താക്കീതാണ് ഈ ഖുർആൻ. സൂറ മറിയമിൽ അള്ളാഹു ഈസാ അലൈഹിസ്സലാമിൻ്റെ ദൈവികതയെ ഖണ്ഡിച്ചുകൊണ്ടാണ് തുടക്കഭാഗത്ത് മറിയം അലൈഹിസ്സലാമയുടെ ഖിസ്സ പറയുന്നത്. അവർ ഈസാ അലൈഹിസ്സലാമിന് ജന്മം നൽകുന്ന സംഭവം വിവരിക്കുന്നതിന് മുമ്പ് തന്നെ അത്ഭുതകരമായ രീതിയിൽ ജന്മം കൊണ്ട യഹ്യ അലൈഹിസ്സലാമിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മറിയം അലൈഹിസ്സലാമയുടെ പ്രസവത്തെക്കുറിച്ച് പറയുന്നത്. യഹ്യ അലൈഹിസ്സലാം ബൈബിളിൽ ജീസസിനെ ബാപ്റ്റൈസ് ചെയ്യുന്ന ആളാണ്. യഹ്യ അലൈഹിസ്സലാമിൻ്റെ പിതാവായ സക്കരിയ അലൈഹിസ്സലാം മറിയം അലൈഹിസ്സലാമയുടെ സംരക്ഷകനാണ്. സക്കരിയ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പ്രായകാലത്ത് ദുആ ചെയ്യുന്നു, വാർദ്ധക്യകാലത്ത് ദുആ ചെയ്യുന്നു, ഒരവകാശിയെ നൽകണേ. അവകാശിയെ നൽകണേ എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വത്തൊക്കെ അനന്തരമെടുക്കുന്ന എൻ്റെ കുടുംബത്തിലുള്ള ഒരാളെ നൽകണേ എന്നല്ല, പ്രവാചകത്വത്തിന് ഒരു അനന്തരാവകാശിയെ നൽകണേ. യരിസുനി വ യരിസു മിൻ ആലി യാക്കൂബ്, യാക്കൂബിൻ്റെ കുടുംബത്തിൻ്റെ പ്രവാചകത്വം അനന്തരമെടുക്കുന്ന ഒരാളെ. അള്ളാഹുവാണ് അനന്തരാവകാശികളെ നിർണയിക്കുന്നത്, നിശ്ചയിക്കുന്നത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. 40-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഇന്നാ നഹ്നു നരിസുൽ അർള വമൻ അലൈഹ വഇലൈനാ യുർജഊൻ, അള്ളാഹുവാണ് ഭൂമിയെ അനന്തരമെടുക്കുന്നവൻ, ഭൂമിയിലുള്ളതിനെല്ലാം അതിൻ്റെയൊക്കെ വാരിസ് അവനാണ്. അപ്പോൾ അനന്തരാവകാശിയെ അള്ളാഹു നിർണയിക്കുകയാണ്, നിശ്ചയിക്കുകയാണ്, അയക്കുകയാണ്. യാക്കോബ് കുടുംബത്തിൽ നിന്ന് ഒരു അനന്തരാവകാശിയെ സക്കരിയ അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ സക്കരിയ അലൈഹിസ്സലാമിന് ഒരു മകൻ പിറക്കുമെന്ന സന്തോഷ വാർത്ത നൽകുന്നുണ്ട്. ആ സമയത്ത് സക്കരിയ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, അന്നാ യക്കൂനുലി ഗുലാമുൻ, എനിക്കെങ്ങനെ കുട്ടി ഉണ്ടാകാനാണ്? കാരണം എൻ്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ്, എനിക്ക് പ്രായമായി, ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ എങ്ങനെ കുട്ടിയുണ്ടാകും? മറിയം അലൈഹിസ്സലാമയുടെ കഥ അതിന് ശേഷമാണ് പറയുന്നത്. സക്കരിയ അലൈഹിസ്സലാമിന് യഹ്യ അലൈഹിസ്സലാം പിറന്നു. യഹ്യ അലൈഹിസ്സലാമിൻ്റെ സംഭവങ്ങൾ വളരെ ചുരുക്കി പറഞ്ഞു. അതിനുശേഷമാണ് മറിയം അലൈഹിസ്സലാമയുടെ പ്രസവത്തെക്കുറിച്ച് പറയുന്നത്. അവർക്കും ഒരു കുട്ടിയെ വാഗ്ദാനം ചെയ്തപ്പോൾ അവരും അതേ കാര്യം ചോദിക്കുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത്. അന്നാ യക്കൂനുലി ഗുലാമൻ കാലത്ത് അവർ ചോദിച്ചു, അന്നാ യക്കൂനുലി ഗുലാമൻ, എനിക്ക് എങ്ങനെ ഒരു കുട്ടി ഉണ്ടാകാനാണ്? ഇതേ ചോദ്യമായിരുന്നു നേരത്തെ സക്കരിയ അലൈഹിസ്സലാമും ചോദിച്ചത്. അങ്ങനെ അവർ കുട്ടിയെ പ്രസവിക്കുന്ന സംഭവം, അവർ ഗർഭം ധരിക്കുന്നു, അങ്ങനെ അവർ പ്രസവിക്കാൻ പോകുന്നു, പ്രയാസപ്പെട്ട രീതിയിൽ പ്രസവിക്കുന്നു, കുട്ടിയുമായിട്ട് തിരിച്ചു വരുന്നു. ആ സമയത്ത് മറിയം അലൈഹിസ്സലാമയെ ചോദ്യം ചെയ്യുന്നു, ഹാറൂൻ്റെ കുടുംബത്തിൽപ്പെട്ട പെണ്ണെ, നീ എങ്ങനെ ഇങ്ങനെ വഴിവേച്ച് പോയി എന്നൊക്കെ യഹൂദർ പറയുന്നു. മറിയം അലൈഹിസ്സലാമയുടെ കുടുംബം ഏത് കുടുംബമാണെന്ന് കൂടെ വ്യംഗ്യമായിട്ടിവിടെ പ്രസ്താവിക്കുകയാണ്. അങ്ങനെ മറിയം അലൈഹിസ്സലാമയുടെ സംഭവം പറഞ്ഞുകൊണ്ട് ഈസാ അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അദ്ദേഹം എന്താണ് പഠിപ്പിച്ചത്? നേരത്തെ യഹ്യ അലൈഹിസ്സലാം എന്താണ് പഠിപ്പിച്ചത് എന്നുകൂടി പറയുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാമും അതേ കാര്യമാണ് പഠിപ്പിച്ചത്. അത് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, ദാലിക ഈസബിനു മറിയം, അതാണ് ഈസബിനു മറിയം. യഥാർത്ഥത്തിലുള്ള വിവരണമാണ് അള്ളാഹു നൽകുന്നത്. മാക്കാനലില്ലായി അൻ യത്തഹിദ മിൻ വലദ് സുബ്ഹാന, അള്ളാഹ്ക്കൊരു കുട്ടിയെ, ഒരു സന്താനത്തെ സ്വീകരിക്കേണ്ട കാര്യമില്ല. അള്ളാഹ് എത്ര പരിശുദ്ധനാണ്. ഒരു കാര്യം അവൻ ഉദ്ദേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനതിനോട് കുന്നെന്ന് പറയുന്നു, ഫയക്കൂനു, അതുണ്ടായിത്തീരുന്നു. ഇങ്ങനെ ചൊവ്വായ രീതിയിൽ സഞ്ചരിച്ച പ്രവാചകന്മാർ ഉണ്ടാകുന്നു. ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം, ഈ പ്രവാചകന്മാർക്കൊക്കെ ശേഷം പിന്നീട് വരുന്ന ഇവരുടെ അവകാശികൾ, ഇവരുടെ ഫോളോവേഴ്സ്, അവർ ഭിന്നിക്കുന്നു, അവർ ഈമാനിൽ ഭിന്നിക്കുന്നു, അങ്ങനെ കുഫറിൽ അകപ്പെടുന്നു എന്ന് അല്ലാഹു പറയാണ്. ഈ സംഭവത്തിന് ശേഷം, മറിയം അലൈഹിസ്സലാമയുടെ സംഭവത്തിന് ശേഷം, പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ചാണ് പറയുന്നത്. മക്കയിൽ ഇറങ്ങിയ സൂറയാണ്. ഇവിടെ വദ്കുർ ഫിൽ കിതാബ് ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഓർക്കുകയാണ്. അദ്ദേഹം ഒരു സുദ്ദീഖായ നബിയായിരുന്നു. പിതാവിനോട് അദ്ദേഹം പറഞ്ഞ് തെറ്റിപ്പോകുന്നതാണ്. പിതാവിനെയും, പിതാവ് ആരാധിച്ചിരുന്ന, പിതാവെന്ന് പറഞ്ഞാൽ സ്വന്തം പിതാവല്ല, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരനാണ്.
അവരും അവരുടെ ജനതയും ആരാധിച്ച എല്ലാത്തിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നുകൊണ്ട് ഫലമാതസലഹുമ അബുദൂന മിന്ദൂനില്ലാഹി. ആ സമയത്ത് അള്ളാഹു പറയുന്നു അദ്ദേഹത്തിന് ഇസ്ഹാക്കിനെയും തുടർന്ന് യാക്കൂബിനെയും നൽകി എല്ലാവരെയും അള്ളാഹു നബിയാക്കി, അവരെ അനന്തരാവകാശികളാക്കി മാറ്റി. ഇത് സൂറാൽ കഹ്ഫിൽ പറയുന്നതുമായിട്ട് വളരെ സാമ്യതയുണ്ട്. സൂറാൽ കഹ്ഫിൽ ആ ജനങ്ങളെ വിട്ട് അകന്നപ്പോൾ അള്ളാഹു അവർക്ക് ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതേ പദപ്രയോഗമാണ് ഇവിടെയും വരുന്നത്. ഫലമാതസലഹും വമയബുദൂന മിന്ദൂനില്ല. അള്ളാഹു അല്ലാതെ അവർ ഇബാദത്ത് ചെയ്തിരുന്ന എല്ലാ കാര്യത്തെ തൊട്ടും ഇബ്രാഹിം അലൈഹിസ്സലാം അവരിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ അദ്ദേഹത്തിന് യാക്കൂബിനെ കിട്ടി, ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെ കിട്ടി. പിന്നീട് അള്ളാഹു ഈ സൂറയിൽ പറയുന്നത് മൂസ അലൈഹിസ്സലാമിൻ്റെ കഥയാണ്. മൂസ അലൈഹിസ്സലാമിനും അള്ളാഹു അദ്ദേഹത്തിൻ്റെ സഹോദരനെ നൽകിയെന്ന് പറയുന്നുണ്ട്. വഹബിന ലഹു മിർ റഹ്മത്തിന അഖാഹു ഹാറൂന നബിയ. നബിയായിക്കൊണ്ട് ഒരു അനന്തരാവകാശിയായിട്ട് സഹോദരനെ നൽകി അദ്ദേഹത്തിൻ്റെ കൂടെ. ഇവിടെ നേരത്തെ പറഞ്ഞ ആളുകൾക്കൊക്കെ അള്ളാഹു വാരിഥ്യങ്ങളെ നൽകിയിട്ടുണ്ട്. ഇവിടെ മൂസ അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സഹോദരനെ നൽകി. പിന്നീട് ഇസ്മായിലിനെ കുറിച്ച് പറയുന്നു, വദ്കുർ കിതാബി ഇസ്മായിൽ. അതിനുശേഷം പറയുന്നത് വദ്കുർ കിതാബി ഇദ്രീസിനെ കുറിച്ചും കൂടെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു ഈ നബിമാരെക്കുറിച്ചൊക്കെ പറയുന്നു. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയീന മിൻ ദുരിയത്തി ആദമ വമിമ്മൻ ഹമൽനാ മഅ നൂഹ് വമിൻ ദുരിയത്തി ഇബ്രാഹിം വ ഇസ്രായീല വമിമ്മൻ ഹദൈന വജ്തബൈന. അള്ളാഹു ഗൈഡ് ചെയ്ത് സെലക്ട് ചെയ്ത ആദമിൻ്റെ ദുരിയത്തിൽപ്പെട്ട, ആദമിൻ്റെ കുടുംബത്തിൽ, നോഹിൻ്റെ കുടുംബത്തിൽ, ഇബ്രാഹിമി കുടുംബത്തിൽ ഒക്കെ പെട്ട ആളുകളെക്കുറിച്ച് അള്ളാഹു പറയാണ്. അവർ അള്ളാഹു അനുഗ്രഹിച്ച നബിമാരാണ്. ഇദാ തുത്ല അലൈഹിം ആയാത്തുർ റഹ്മാനി ഖർറു സുജദൻ വ ബുക്കിയ. ഇവിടെ ഒരു തിലാവത്തിൻ്റെ സുജൂദ് ഉള്ള ആയത്താണ്. അവർക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുമ്പോൾ അവർ സുജൂദിലായിട്ട് വീഴുന്നു. അതിനുശേഷം അവരുടെ ഫോളോവേഴ്സിനെ കുറിച്ച് വീണ്ടും പറയുന്നത് ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹു സ്വലാത്ത വത്തബഉ ശഹവാത്ത് എന്നാണ്. നേരത്തെ ഈ നബിമാരൊക്കെ പഠിപ്പിച്ച ഒരു പ്രധാന കാര്യമായിട്ട് പറഞ്ഞത് സ്വലാത്താണ്, സ്വലാത്തും സക്കാത്തുമാണ്. ഇവിടെ അള്ളാഹു പറയുന്നു അതിനുശേഷം വന്ന തലമുറ അവർ നിസ്കാരത്തെ പാഴാക്കി കളഞ്ഞു, ദേഹേച്ഛയെ പിൻപറ്റി, അള്ളാഹുമായിട്ടുള്ള ബന്ധം മുറിച്ചു. അതുപോലെ സൃഷ്ടികളോട് ചെയ്യേണ്ട അവകാശങ്ങൾ അതിലും അവർ വീഴ്ച വരുത്തി. അങ്ങനെ അവർ നഷ്ടക്കാരായി തീർന്ന സംഭവം പറയാണ്. തുടർന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ ആരാണ് ആയിത്തീരുക എന്നും എന്താണ് കാഫിര്യങ്ങൾക്ക്, പ്രവാചകന്മാരെ നിഷേധിക്കുന്ന ആളുകൾക്ക് സംഭവിക്കുക എന്നും തന്നെയാണ്. സമ്പത്തും സന്താനങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ ഒരുപാട് അനുഗ്രഹം നൽകപ്പെട്ട് കഴിഞ്ഞാൽ അതുവഴി നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതണ്ട എന്ന് ഉദാഹരണ സഹിതം അള്ളാഹു പറയുന്നുണ്ട്. സൂറൽ കഹ്ഫിൽ തോട്ടക്കാരൻ്റെ കഥ പറഞ്ഞ പോലെയാണ് ഇവിടെ പർട്ടിക്കുലറായ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് അള്ളാഹു പറയുന്നത് നിങ്ങളെ ഒറ്റക്കാണ് കൊണ്ടുവരപ്പെടുക അന്ത്യനാളിൽ. അവിടെ നിങ്ങളെ സമ്പത്തും സന്താനങ്ങളും ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് മക്കയിലെ മുശ്രിക്കുകളോട് പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കിതെല്ലാം അവശേഷിക്കും, നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകും എന്നല്ല. ഇക്കാര്യം അള്ളാഹു ഇവിടെ വ്യക്തമാക്കി പറയാണ്. വയസീദുല്ലാഹുല്ലദീന ഹത്തദൗ ഹുദ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറും മറദ. അള്ളാഹു ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും. അതുപോലെ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറും മറദ. സൂറൽ കഹ്ഫിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അൽ ബാഖിയാത്തു സ്വാലിഹാത്താണ് അള്ളാഹുവിങ്കൽ പ്രതീക്ഷ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ അള്ളാഹു പറയുന്നത് അതാണ് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് ഉത്തമമായ പ്രതിഫലമുള്ളതും അതുപോലെ വ ഖൈറും മറദ നല്ല പരിണാമമുള്ളതും അതിന് ആണ് എന്നല്ലാഹു പറയാണ്. അഫറൈത്തല്ലദീ കഫറ ബി ആയാത്തിന വഖാല ലഊത എന്ന മാലം വ വലദ. സന്താനങ്ങളും സമ്പത്തും നൽകിയിട്ട് കുഫർ ചെയ്ത ആളെ നീ കാണുന്നില്ലേ എന്നല്ലാഹു ചോദിക്കുകയാണ്. അള്ളാഹു പറയാണ് വനരിസുഹു മാ യഖൂലു വയതീന ഫർദ. എല്ലാം അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും അനന്തരാവകാശി. ഏകനായിക്കൊണ്ട് മാത്രമാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഈ സന്താനങ്ങളും സമ്പത്തും ഒന്നും ഉപകരിക്കില്ല. മാത്രമല്ല എല്ലാത്തിൻ്റെയും അനന്തരാവകാശി അള്ളാഹ്. അള്ളാഹു ഇച്ഛിക്കുന്ന ആളുകൾക്ക് അതൊക്കെ കൊടുക്കും. പ്രവാചകത്വം അള്ളാഹു ഇച്ഛിക്കുന്ന ആളുകൾക്ക് കൊടുക്കും. അതുപോലെ ഭൂമിയിലെ സമ്പത്തും സൗകര്യങ്ങളൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കും. വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദ. കുറ്റവാളികളെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ പറയാണ്. അവർ ആകെ വിഷമിച്ച് ഒറ്റക്ക് അവരങ്ങനെ കൊണ്ടുപോകും. ലാ യംലികൂന ഷഫാ ഇല്ലാ മൻ ഇത്തഖദ ഇൻദ റഹ്മാനി അഹ്ദ. അള്ളാഹുവിങ്കൽ കരാറില്ലാത്ത ആർക്കും ശുപാർശ ചെയ്യാൻ അധികാരം ഉണ്ടാകില്ല.
എന്നിട്ട് അള്ളാഹു പറയുന്നു വക്കാലു തഹദ റഹ്മാനു വലത്, അവർ പറയുന്നു പരമകാരുണികൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന്. വീണ്ടും ക്രിസ്ത്യാനികളുടെ വാദത്തെക്കുറിച്ചാണ് പറയുന്നത്. അവർ ഈസാ അലൈഹി സ്വലാമിനെ ദൈവത്തിൻ്റെ പുത്രനായിട്ട് ഗണിക്കുന്നു. അവർ പറയുന്നു അള്ളാഹുവിനൊരു സന്താനമുണ്ട് എന്ന്. അവർ പറയുന്ന ആ വാക്ക് അത് വളരെ ഗൗരവപ്പെട്ടതാണ്. സൂറൽ കഹ്ഫിൽ തുടക്കത്തിൽ അത് പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന തക്കാദു സമാവാത്തു യതഫത്തർന മിന്നു തൻഷഖുല്ലർലു വതഖറുൽ ജിബാലു ഹദ്ദ, ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകർന്ന് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ഗുരുതരമായ കാര്യമാണത്. എന്താ ഔലി റഹ്മാനി വലദ, അള്ളാഹുവിനൊരു പരമകാരുണികനൊരു സന്താനമുണ്ട് എന്ന് പറയുന്നത് അത്രക്ക് ഗൗരവപ്പെട്ട കാര്യമാണ്. അള്ളാഹു ഒഴിച്ചുള്ള എല്ലാം അള്ളാഹുവിൻ്റെ അബ്ദാണ്. ഇൻകുല്ലു മംഫി സമാവാത്തി വല്ലർലി ഇല്ല ആത്തിർ റഹ്മാനി അബ്ദ, ആകാശങ്ങളിലും ഭൂമിയിലും ഏതൊരാളും അബ്ദ് എന്നുള്ള നിലയിലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വരുന്നത് എന്ന് അള്ളാഹു പറയാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏകരായിട്ടാണ് വരുന്നത്. കുല്ലുവും ആത്തിഹി യൗമൽ ഖിയാമത്തി ഫർദ, എല്ലാവരും യൗമൽ ഖിയാമത്തിൽ ഏകരായിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വരുന്നത്. അള്ളാഹു പറയുന്നു ഇന്നല്ലദീന ആമനു അമലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ, ഈമാനും അമലുസ്വാലിഹാത്തും ഉള്ള ആളുകൾക്ക് അള്ളാഹു അവരുടെ ഇടയിൽ സ്നേഹമുണ്ടാക്കി കൊടുക്കും, സ്നേഹബന്ധം ഉണ്ടാക്കി കൊടുക്കും. അതിനുശേഷം ഈ സൂറ അവസാനിക്കുന്നിടത്ത് അള്ളാഹു 97-ാമത്തെ ആയത്തിൽ ഖുർആനെക്കുറിച്ച് പറയാണ്, ഇത് എളുപ്പമാക്കി തന്നിരിക്കുന്നത് മുത്തഖീങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകാനാണ്, അതുപോലെ താക്കീത് നൽകാനും വേണ്ടിയിട്ടാണ്. വളരെ മർക്കടമുഷ്ടി കാണിക്കുന്ന ആളുകൾക്ക് താക്കീത് നൽകാനും വേണ്ടി. സൂറ അൽ കഹ്ഫിൽ തുടക്കത്തിൽ തന്നെ ഖുർആനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇത് ഈമാനുള്ള ആളുകൾക്ക് സന്തോഷ വാർത്തയും കുഫർ ചെയ്യുന്ന ആളുകൾക്ക് താക്കീത് നൽകാനും വേണ്ടിയാണ്. സൂറ അവസാനിക്കുന്ന ആയത്തിൽ അള്ളാഹു പറയുന്നത്, മുമ്പും അള്ളാഹു ഒരുപാട് തലമുറകളെ നശിപ്പിച്ചിട്ടുണ്ട്, അവരുടെ ഒന്നും ഒരു പൊടി പോലും കാണാനില്ല, ഒന്നും അവശേഷിച്ചിട്ടില്ല, അവരെക്കുറിച്ച് നിങ്ങളൊന്നും അറിയുന്നില്ല, അവരുടെ വർത്തമാനം കേൾക്കുന്നില്ല. ഇതാണ് അവസ്ഥ. അങ്ങനെ മുത്തഖീങ്ങൾക്കുള്ള സന്തോഷ വാർത്തയും നിഷേധികൾക്കുള്ള താക്കീതുമായിട്ട് നേരത്തെ സൂറ അൽ കഹ്ഫിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ് സൂറ മറിയമിലുള്ളത്. ഈ ജുസിൽ അടുത്ത് വരുന്നത് സൂറത്തു ആഹയാണ്.